ബി.ജെ.പി. ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ നീർച്ചാൽ നവീകരണത്തിലും അഴിമതിയെന്ന ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമായതായി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. മുട്ടാർ നീർച്ചാലിന്റെ നവീകരണത്തിൽ 13 ലക്ഷം രൂപ കരാറുകാരൻ നഗരസഭയ്ക്ക് തിരിച്ചടയ്ക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു. പന്തളം നഗരസഭയിൽ ബി.ജെ.പി. ഭരണത്തിൽ അഴിമതിയെന്നാണ് CPIM ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് പിന്നാലെ മുട്ടാർ നീർച്ചാൽ നവീകരണത്തിലും അഴിമതിയെന്നാണ് ആക്ഷേപം. അത് 2023-24 സാമ്പത്തിക വർഷമാണ് ആ പ്രവൃത്തി നടന്നത്. ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 13 ലക്ഷം രൂപ കരാറുകാരൻ തിരിച്ചടയ്ക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും ഈടാക്കണമെന്ന് ഓഡിറ്റിൽ വളരെ വ്യക്തമായി ഓഡിറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. കരാറുകാരനും ബി.ജെ.പി. ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. നീർച്ചാലിലെ പ്ലാസ്റ്റിക് സംസ്കരണത്തിന്റെ മറവിൽ മണ്ണ് കടത്തി ഏതാണ്ട് 2 ലക്ഷം കിലോ പ്ലാസ്റ്റിക് കൊടുത്തതായിട്ടാണ് ഇപ്പോൾ രേഖയുള്ളത്. എങ്ങനെയാണ് 2 ലക്ഷം കിലോ പ്ലാസ്റ്റിക് വരുന്നത്? ഒരു ലോറിയിൽ തന്നെ 24 ടണ്ണും 28 ടണ്ണും പ്ലാസ്റ്റിക് കയറ്റിയതായിട്ടാണ് ഇവിടെ രേഖയുള്ളത്. അത് പ്ലാസ്റ്റിക് അല്ല, അത് മണ്ണാണ്. മണ്ണ് കയറ്റി കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ പണം ദുർവിനിയോഗം ചെയ്യുകയാണ്. ബി.ജെ.പിയുടെ അഴിമതി ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് CPIM-ഉം LDF-ഉം ഉയർത്തുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.